ഹായ്, മാനസ സരോവരത്തിലേക്ക് സ്വാഗതം. പാർക്കിൻസൺസ് രോഗികൾക്ക് പലപ്പോഴും ചില ദിവസങ്ങളിൽ നോർമൽ ദിവസങ്ങളേക്കാൾ വ്യത്യസ്തമായി അവരുടെ രോഗം വർദ്ധിക്കുന്നതായിട്ട് ചിലപ്പോൾ തോന്നാറുണ്ട്. അല്ലെങ്കിൽ അന്നത്തെ ദിവസം കുറച്ചുകൂടെ മൂഡ് ഓഫ് ആയിട്ടും നമുക്കൊരു ഉന്മേഷമില്ലാത്തതായിട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകളിൽ പലപ്പോഴും അത് രോഗം വർദ്ധിക്കുന്നതല്ല, നമ്മുടെ ശരീരത്തിൻ്റെ ചില അവസ്ഥകളിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, അന്ന് നമ്മൾ കഴിച്ച ആഹാരം, ദഹിക്കാൻ പ്രയാസമുള്ള എന്തെങ്കിലും ആഹാരങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് മാറ്റാനായിട്ട് നമ്മൾ ചൂടുവെള്ളം ഇടവിട്ട് അത്യാവശ്യം നല്ല ചൂടോടുകൂടെ തന്നെ ഊതി കുടിക്കുന്നത് ദഹനത്തെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ രണ്ടാമതൊരു കേസ് എന്ന് പറയുന്നത് നമ്മുടെ മൂഡ് സ്വിങ്സ്, നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ നമ്മളെ അപ്സെറ്റ് ആക്കുന്ന അല്ലെങ്കിൽ ഒരു ഇമോഷണലി നമ്മളെ ഡൗൺ ആക്കുന്ന എന്തെങ്കിലും പ്രയാസങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ മതി. അന്ന് ഉണ്ടാവണമെന്നില്ല. ഒരു പാസ്റ്റ് ഇവൻസിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബ്രെയിൻ ആ ഒരു ഇമോഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് നേരം സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ അതുമൂലവും നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും നോർമൽ ഡേയ്സിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അടുത്ത 2 ദിവസങ്ങളിൽ തന്നെ നോർമൽ അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചു പോകാനാവും കഴിയും. പക്ഷേ ചില ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർ അമിതമായിട്ട് ഭയപ്പെടുകയും ഗുളികളുടെ ഡോസ് കൂട്ടാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമുക്ക് സാധാരണ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 1-2 ദിവസം ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ഡിസീസ്, എന്തെങ്കിലും പഴയ അസുഖങ്ങൾ, അല്ലെങ്കിൽ ഒരു മൂത്രത്തിൽ ഇൻഫെക്ഷൻ, യൂറിനറി ഇൻഫെക്ഷൻ വരാം, പനി ഉണ്ടാവാം, അങ്ങനെ എന്തെങ്കിലും നോർമലിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും ഇങ്ങനെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മുടെ ദഹനത്തെ ബാധിക്കുന്ന എന്തെങ്കിലും ആഹാരങ്ങൾ നമ്മൾ ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ചിന്തകളിലുണ്ടാകുന്ന സ്ട്രെസ്ഫുള്ളായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അത് എന്താണെന്ന് കണ്ടെത്തുകയും അതിനെ കറക്റ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ഡൈജഷൻ്റെ പ്രശ്നമാണെങ്കിൽ അത് ചൂടുവെള്ളം കൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ ഇമോഷണലി മൂഡ് സ്വിങ്സ് കൊണ്ടുള്ളതാണെങ്കിൽ അതിനെ നമ്മൾ ആക്റ്റീവായിട്ട് ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് ഉള്ള മാർഗങ്ങൾ തേടുക തന്നെ ചെയ്യണം. അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ രോഗം വർദ്ധിക്കുന്നത് ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് തടയാനായിട്ട് സാധിക്കും. താങ്ക് യു.